थैंक यू। पूरा आदमी हिंदी। താങ്ക് യു. ഇവിടെ കുറേ ചിത്രങ്ങളുണ്ട്. റോക്ക് കാർവിങ്. സ്റ്റാൻഡ് എടുക്കാൻ മറന്നുപോയി. എന്നിട്ട് അവര് സ്റ്റാൻഡുമായിട്ട് വന്നതാണ് തരാൻ വേണ്ടിയിട്ട്. ബൈ ബൈ. ആ പോകുന്നത് ഹൈവേ ആണ്. ഞാൻ പോകുന്നത് ഇപ്പം ഹൈവേക്ക് പാരലലായിട്ടാണ്. ഇതുപോലെ ഗ്രീസിലൊരു ഹൈവേൻ്റെ തൊട്ടടുത്ത് ഞാനൊരു ദിവസം ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്റ്റാൻഡ് എടുക്കാൻ മറന്നുപോയി. എന്നിട്ട് അവർ സ്റ്റാൻഡുമായിട്ട് വന്നതാണ് തരാൻ വേണ്ടിയിട്ട്. ബൈ ബൈ. ഈ സാധനം ഞാൻ അവിടെ വെച്ച് മറന്നുപോയി. അപ്പോൾ അവർ അത് കൊണ്ടുതരാൻ വേണ്ടി വന്നതാണ്. ഈ ഒരു സ്ഥലം കണ്ടിട്ട് എനിക്ക് പോകാൻ തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ. മഴ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ മെല്ലെ മന്ദം പോട്ടെ. കാര്യമായിട്ടൊന്നും ഓടിയിട്ടില്ല. ഓരോ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നിർത്തി പോകുന്നതുകൊണ്ട് ഓടിയിട്ടില്ല. എന്നാലും തുടങ്ങട്ടെ. നിങ്ങൾക്ക് ഈ ക്യാമറയിൽ ഇതിൻ്റെ രസം മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒട്ടുക്കത്തെ രസം കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസാണ്. സ്വീഡനിലെ ചെറിയൊരു വില്ലേജിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റയും തെറ്റിയായിട്ട് ചില വീടുകൾ അവിടെയും ഇവിടെയുണ്ട്. അടുത്തടുത്തല്ല. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് കുറേ ദൂരെയാണ്. സാധാരണ അങ്ങനെയല്ല. വീടുകളൊക്കെ നിന്ന് അടുപ്പിച്ച് ആണ് കാണാറ്. ഇവിടെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ആണ് കാണുന്നത്. ഇവിടെ ആരെയും കാണുന്നില്ല. അല്ലെങ്കിൽ ആ വീട് പണീൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കായിരുന്നു. സൺഡേ ആയതുകൊണ്ട് ആരുമില്ല. ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്ന വഴികൾ പെടാതിരുന്നാ മതിയായിരുന്നു. വഴിയില്ലേ, കാണൊക്കെ പോകുന്ന പോലെ ഉണ്ട്. പോയി നോക്കാം. ആളുകൾ ഭയങ്കര നേരത്തെ ആളുകളായിരുന്നു. ഭയങ്കര അടിപൊളിന്റെ ആൾക്കാരാണ്. അവരുടെ ഏജ് എന്ന് പറയുന്നത് 70 ഒക്കെ ആണ്. ഓൾമോസ്റ്റ് എല്ലാവരുടെ ഏജ്. പക്ഷെ അവരിപ്പോ ചില്ല. നമ്മുടെ നാട്ടിൽ ആ 70 ഏജുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കോ പ്രയാസ. യങ്സ്റ്റേഴ്സിന്റെ മാതിരി ഫുൾ പാർട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ചില്ല ടീം. തിരിച്ചു പോകേണ്ടി വരും വന്നതുപോലെ. സ്ഥലം. ആ പോകുന്നത് ഹൈവേ ആണ്. ഞാൻ പോകുന്നത് ഇപ്പം ഹൈവേക്ക് പാരലലായിട്ടാണ്. ഇതുപോലെ ഗ്രീസിലൊരു
ഹൈവേൻ്റെ തൊട്ടടുത്ത് ഞാനൊരു ദിവസം ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ടെൻ്റ് അടിച്ച വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ 5 മില്യൺ അടിച്ച വീഡിയോ ആണ്. ഇതുപോലെ നോർമൽ റോഡുണ്ട്, അപ്പുറത്ത് ഹൈവേ ഉണ്ട്, അതിൻ്റെ നടുവിൽ ഒരു മനുഷ്യനും ഇല്ലാത്തൊരു കാട്ടിൽ ടെൻ്റ് അടിച്ച വീഡിയോ. അത് വൈറലായ വീഡിയോ ആണ്. എനിക്ക് അതാണ് ഇങ്ങനെ ഓർമ്മ വരുന്നത്. ഇവിടെ ഇനിയൊരു 40 കിലോമീറ്ററും കൂടെ ഇനിയും പോകാനുണ്ട്. ഞാൻ പോട്ടെ. ഇവിടെയൊക്കെ കാടാണ്, വേണ്ട, രാത്രി ഇങ്ങനെ അത്ര സേഫായിരിക്കില്ല. കുറച്ചുകൂടി സേഫായിട്ടുള്ള സ്ഥലം നോക്കിയിട്ട് ഒരു 7 മണി 8 മണിയൊക്കെ ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ സമയം 3:30 ആയിട്ടേ ഉള്ളൂ. എനിക്ക് ഇനി 4:30 5:30 6:30 7:30 8:30 ഇനി 5 മണിക്കൂർ കിടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ടൈമുണ്ട്. മെല്ലെ 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 ആസ്വദിച്ച് റൈഡ് ചെയ്തങ്ങനെ പോയാൽ മതി. ഞാനിപ്പോൾ ഉള്ളതൊരു മില്ലിലാണ്. ബിയോർക്ക്വേഡ് എന്ന് പറയുന്ന സംഭവം ഇതിൻ്റെ പേരാണ് ബിയോർക്ക്വേഡ്. മരത്തിൻ്റെ കഷ്ണത്തിന് വിറകിന് എന്നായിരിക്കും ബിയോർക്ക്വേഡ് എന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നത് വിറക് എന്നായിരിക്കും. നമ്മുടെ നാട്ടിൽ വിറകൊക്കെ വിൽക്കലില്ലേ, കത്തിക്കാനുള്ള, അടുപ്പിൽ കത്തിക്കാനുള്ള. പക്ഷേ ഇവിടെ അടുപ്പിലേക്കല്ല, അടുപ്പാണ്, പക്ഷേ അത് വിൻ്ററിലേക്ക്, തണുപ്പിന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവർ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരമാണ്. ഇത് ഈസി ആയിട്ട് കത്തും. ഇറ്റ് ഈസ് വെരി ഈസി. നല്ലോണം പെട്ടെന്ന് കത്തിപ്പിടിക്കുന്നൊരു മരമാണ് സംഭവം. ഇത് നമുക്ക് അവിടെ ഇന്ത്യയിലുണ്ടോയെന്ന് അറിയില്ല. ഇവിടെ ഇതാ ഇങ്ങനെ വലിയ മരങ്ങൾ ഇവർ മുറിച്ച് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഈ ഒരു ലെങ്ത്തിൽ, കറക്റ്റ് ഈ ഒരു ലെങ്ത്തിൽ പീസാക്കിയിട്ട് ഇങ്ങനെ വിൽക്കാൻ വെച്ചാണ്. ദിസ് ഹൗ മച്ച് ഫോർ ദിസ്? Does it cost? This cost 1,600 Swedish crowns. 1,600 Swedish crowns. It's a weight or this? It's 1.6 cubic. 1.6 cubic. Oh, size. Yes. Volume. 1.6 cubic വോളിയം ഇങ്ങനെ നിറച്ചിടും. എന്നിട്ട് അതിന് 1,600 Swedish crowns. കുറേ മരങ്ങളുണ്ട് ഇവിടെ. മരങ്ങളൊക്കെ ഒന്ന് മുറിച്ചിട്ടുണ്ടെങ്കിൽ 2 എണ്ണം അവർ നടും കേട്ടോ. ഇതൊക്കെ ഫുൾ പ്ലാൻഡ് ആണ്. നിങ്ങൾ വിചാരിക്കേണ്ട ഇവിടെ മരം മുറിച്ച് പരിസ്ഥിതി നശിപ്പിക്കുക, അങ്ങനെയൊന്നുമില്ല. ഒന്ന് മുറിച്ച് കഴിഞ്ഞാൽ അതിന് പകരം അവർ 2 എണ്ണം നട്ടിരിക്കും. എന്നിട്ട് അതിനെ വലുതാക്കിയിരിക്കും. ഇതുപോലെ ആക്കിയിട്ട് ദാ മെഷീൻ. Can I see this machine working? Okay. Yeah, machine, how it works? ഇങ്ങനെയാണ് പരിപാടി. വളരെ സിമ്പിൾ. കട്ട് ചെയ്യുക, ഇതിനുള്ളിലൂടെ ഇട്ടിട്ട് പടേ പരിപാടി കഴിഞ്ഞ്. എന്നിട്ട് അതിങ്ങനെ പോയിട്ട് ഈ സംഭവത്തിലേക്ക് പോയി വീഴും. എല്ലാം ഒരാൾ മതി ഈ പരിപാടിക്കൊക്കെ. പിന്നെ 10 ആളെ പണിയൊന്നുമില്ല, ഒരാൾ മതി ഈ ഒരു കാര്യം ചെയ്യാൻ. നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ഇത് തണുപ്പുണ്ടല്ലോ. ഇതെങ്ങനെ കത്തുക. വെരി നൈസ്. താങ്ക് യു സോ മച്ച്. പുള്ളിയുടെ മെയിൻ ജോബല്ല, മെയിൻ ജോബ് വേറെ ഉണ്ട്. ഇത് പാർട്ട് ടൈം ജോബാണ് പുള്ളിയുടെ. ഇത് മെയിൻ ജോബല്ല, ഇത് പാർട്ട് ടൈം. അവിടെ ഒരു ഹെറിറ്റേജ്, പഴയ കുറേ വർഷം മുമ്പ് ഉണ്ടായ ഒരു വില്ലേജിൻ്റെ ഒരു സംഭവം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു.
കൊണ്ടുപോയി വെക്കുകയാണ്. എല്ലാം അദ്ദേഹം ഒറ്റക്കാണ്. അദ്ദേഹത്തിൻ്റെ വീടാണിത്, പുള്ളിയുടെ വീടാണ് ഈ കാണുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഹൗസ്. നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീട്. ഇതെന്ത് മെഷീനാ? കൊള്ളാലോ. നമ്മളെ നാട്ടിൽ ആന പണിയെടുക്കുന്ന അതേ പരിപാടിയാണ് ഇതിന്. ആനനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യം ഇവിടെ അത് മെഷീൻ ചെയ്യുന്നു. അവിടെ ഇരിക്കുക, ആ കൈ കൊണ്ട് ഇങ്ങനെ മരം എടുക്കുക. നമ്മുടെ നാട്ടിൽ വെറുതെ ആനനെ മെനക്കെടുത്തിക്കുക. ഇതുപോലത്തെ മെഷീൻ ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ് പരിപാടിയൊക്കെ. ഓക്കെ, നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് പോവാം. പുള്ളിനെ ഷൂട്ട് ചെയ്യരുതെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഷൂട്ട് ചെയ്യാത്തത്. അദ്ദേഹം പിന്നെ വീഡിയോയിൽ എടുക്കരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് പോകാലോ. നമുക്ക് പോകേണ്ടത് ആ വഴിക്കാണ്. ആ കാണുന്ന മുകളിലേക്ക് പോകുന്ന വഴിക്ക് ഒരു 1/2 കിലോമീറ്റർ പോയാലാണ് നമ്മൾ പറഞ്ഞ സ്ഥലം എത്തുക. ഇപ്പോൾ വിട്ടാലോ. പുള്ളി പറഞ്ഞ സ്ഥലം ഇതാണ്, ടാനംസ് ക്യാമ്പിംഗ് സ്റ്റെപ്പി. അങ്ങനെയല്ലേ വയ്ക്കുക? അങ്ങനെ തന്നെ ആയിരിക്കണം. ഇതൊരു ക്യാമ്പിംഗ് സൈറ്റാണ്. അതല്ല ഇവിടുത്തെ ഹൈലൈറ്റ്. ഇവിടുത്തെ ഹൈലൈറ്റ് വേറെയാണ്. ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. വർഷങ്ങൾക്ക് മുമ്പ്, 1500 വർഷങ്ങൾക്ക് മുമ്പ് സ്വീഡനിലുള്ള ആളുകൾ, പഴയ ആളുകൾ താമസിച്ച ആ ഒരു വീടിൻ്റെ ഒരു മോഡലാണിത്. വീടിൻ്റെ മോഡൽ അന്ന് താമസിച്ച അതേ വീട് ഇങ്ങനെ തന്നെ ഇതാക്കിയാണോന്നും അറിയില്ല. എന്നോട് അതുപോലത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞു. ആ പുള്ളിക്ക് ഇംഗ്ലീഷ് കൂടുതൽ അറിയില്ല. അപ്പോൾ പുള്ളിക്ക് അറിയാവുന്ന രീതിയിലുള്ള ഇംഗ്ലീഷിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അതാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ അന്ന് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് അവർ താമസിച്ചിരുന്നത് ഇങ്ങനെയുള്ള ഇതിൻ്റെ ഉള്ളിലായിരുന്നു. തണുപ്പിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള രീതിയിലായിരിക്കാം അതിൻ്റെ കൺസ്ട്രക്ഷൻ, അറിയില്ല. പക്ഷെ ഇവിടെ ഗേറ്റ് ഇത് അടച്ചിട്ടാണ്, അകത്തേക്ക് കയറാൻ കഴിയില്ല. ഇവിടെ ലോക്ക്ഡാണ്. സൺഡേ ആയതുകൊണ്ട് ഓഫാന്ന് തോന്നുന്നു. ഇതാണ് സംഭവം. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ളതെന്ന് പുള്ളി പറഞ്ഞു. എനിക്ക് മലൻ്റെ മുകളിൽ ഒരു പാറ കാണുന്നുണ്ട്. ആ പാറൻ്റെ മുകളിൽ എന്തൊക്കെയോ കൊത്തി വെച്ചിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പണ്ടുള്ള മനുഷ്യന്മാർ അതിൻ്റെ മുകളിൽ എന്തോ കൊത്തി വെച്ചിട്ടുണ്ട്. അത് ഒന്ന് പോയി നോക്കിയാലോ. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാണെന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് പോയി നോക്കാം. കയറ്റം കയറി പോകണം. സൈക്കിളുമായിട്ട് പോകണോ, സൈക്കിൾ ഇവിടെ വെച്ചാൽ മതിയോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. There are around 700 individual images carved into the rock here from the entire period during which rock carving. BC 2000 200 BCൻ്റെ ഉള്ളിൽ ഒരുപാട് പിക്ചറുകൾ ആ ഒരു പാറൻ്റെ മുകളിൽ വരച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ there are 4 smaller panels which are at the top of the vertical panel are 2 cairns from the early Bronze Age with a magnificent view over the Tannum Plain and World Heritage Area. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കുറേ പോകണം തോന്നുന്നു കേട്ടോ. അവിടെ മാത്രമല്ല, parking. The biggest rock carving in the World Heritage. Vertical panel is one of the biggest and richest panel in the entire area. It includes the most famous rock carving. The bridal couple for most of the Bronze Age. This carving വേൾഡിലെ ഏറ്റവും വലിയ റോക്ക് കാർവിങ് ഇതാണെന്നാണ് പറയുന്നത്.
700ഓളം ഇമേജുകൾ ഇതിലുണ്ടെന്നാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഒരു കാലിൻ്റെ അടയാളതാ അവിടെ, അതാ പണ്ട് കാലത്തെ എന്തൊക്കെയോ മനസ്സിലാവുന്നില്ല. ഇതൊരു പാമ്പ് മനുഷ്യനെ കടിക്കാൻ വരുന്നതിൻ്റെ ഒരു പോലത്തെ ഒരു ചിത്രം. ഇവിടെ കുറേ ചിത്രങ്ങളുണ്ട്. റോക്ക് കാർവിങ്, ഇതൊക്കെ എന്താ സംഭവം? ഇവിടെ കുറേ ഡോട്ട് ഇട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. എന്തിനാന്ന് മനസ്സിലായില്ല. കുറേ ഡോട്ടുണ്ട്. ഇതൊരു സംഭവം ആട്ടോ ശരിക്കും. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമെന്നാണ് പറയുന്നത്. വേൾഡ് ഹെറിറ്റേജിൻ്റെ ഇതിൽ പെട്ടതാണ്. അപ്പം എന്തായാലും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ ഞാനറിയില്ല, പുള്ളി പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി അറിഞ്ഞത് ശരിക്കും. ഇങ്ങനെ ഒരു സംഭവം ഇവിടെ തൊട്ടടുത്ത് അപ്പുറത്തെ റോഡിലൂടെ ആയിരുന്നു ഞാൻ പോയത്. ഇതിന് പാരലായിട്ട് അപ്പുറത്തെ ഒരു റോഡുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഏകദേശം 1 കിലോമീറ്ററാണ്. അപ്പോൾ എനിക്ക് ഇതിലൂടെ പോയാൽ മതി, തിരിച്ചു പോകേണ്ട ആവശ്യമില്ല. ഇങ്ങനെ സ്വീഡനിലെ ഒരു വേൾഡ് ഹെറിറ്റേജ് കാണാനായി. ഓക്കെ, നമുക്ക് എന്നാലും വിട്ടാലോ. ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്, ഒരു ഗൂഗിൾ മീറ്റ്. നാട്ടിലെ 9 മണിക്ക്, അപ്പോൾ ഇവിടുത്തെ 5:30. ഇപ്പം 4:30. 1 മണിക്കൂറും കൂടി പോയിട്ട് എന്തായാലും സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ നല്ല മഴ വരുന്നുണ്ട്. മഴക്കാറതാ, കിട്ടില്ലൻ മഴക്കാർ കാണുന്നുണ്ട്. മഴ പെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വിടാം. ഞാൻ ഈ വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഉണ്ട് കുറച്ച് അഫ്ഗാനിസ്ഥാനിലുള്ള ആൾക്കാർ എൻ്റെ ഫ്ലാഗ് കണ്ടിട്ട് സംസാരിക്കാൻ വേണ്ടി നിർത്തിച്ച്. അപ്പോൾ ഇവിടെ എന്തൊരു പാർട്ടി നടക്കുന്നുണ്ട്. അപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് വിളിച്ചിട്ടുണ്ട്. അകത്തേക്ക് കയറി വയ്ക്കാലോ. എന്തോ ഒരു പാർട്ടി നടക്കുക എന്നാണ് പറഞ്ഞത്. വീഡിയോ അലൗഡ് ആണോന്ന് അറിയില്ല. അകത്തേക്ക് കയറി വയ്ക്കാലോ. थैंक यू। पूरा आदमी हिंदी। थैंक यू। उर्दू जानते हैं? उर्दू हिंदी थोड़ा थोड़ा आता है। उर्दू नहीं जानते? उर्दू हिंदी इंडिया के इंडिया का है। मैं केरला साउथ इंडिया का है, उधर हिंदी नहीं आता है। ഇവിടെ ഒരു പരിപാടി, കല്യാണ പരിപാടി അറ്റൻഡ് ചെയ്യാണ്. ഒരുവിധ ആളുകളൊക്കെ പോയി. आपका नाम क्या है? अली। ജാഫർ. അലി. ഒരുവിധ ആളുകളൊക്കെ പോയി. ബാക്കിയുള്ള ഞാൻ മീറ്റിംഗ് കഴിയുമ്പോഴേക്കും എല്ലാവരും പോയി. അപ്പോൾ ഞാനിതാ പോട്ടെ. ഇനിയൊരു 10-30 കിലോമീറ്റർ പോകണം. 6:30. സമയം 6:30 കഴിഞ്ഞു. ഒരു 3 മണിയൊക്കെ ആയ ഒരു ഫീലാണ്. സൂര്യനെ കണ്ടോ? ഇന്നത്തെ ഡെസ്റ്റിനേഷനിലേക്ക് ഇനിയുണ്ടൊരു 25 കിലോമീറ്റർ. ഇത് മൊത്തത്തിൽ കാടാണ്. അതിൻ്റെ ഇടയ്ക്ക് 1-2 വീടുകൾ, പിന്നെയും കാട്, പിന്നെയും ഇടയ്ക്ക് 1-2 വീടുകൾ, പിന്നെയും കാട്. നോർവേൻ്റെ അടുത്തേക്ക് പോകുന്നതിനനുസരിച്ച് കാടുകളാണ്, മൊത്തം കാട്. നേരത്തെ അഫ്ഗാനികൾ ചോദിക്കുക, ഈ കാട്ടിലെന്താ ചെയ്യുന്നത്? ജംഗിൾ മേ ക്യാ കർ രഹേ എന്ന്. ഒരു ഹിന്ദി ഉറുദു സംസാരിക്കുക. അതുകൊണ്ട്
എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. കുറച്ച് ആൾക്ക് കുറച്ച് ഉറുദു അറിയാം, പക്ഷെ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. പിന്നെ വീഡിയോ എടുക്കട്ടെ എന്ന് വെച്ചിരുന്നു, പക്ഷേ വേണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്. നല്ല അടിപൊളി ഫുഡായിരുന്നു, നല്ലോണം കഴിച്ചു. മട്ടൻ കറിയും നല്ല ചോറും സാലഡും ഒക്കെ ആയിട്ട് സൂപ്പറായിരുന്നു.